പിശുക്കൻ്റെ പണക്കിഴി ഉറിയിൽ മഠമില്ലം തൃത്താലയ്ക്കും ഇടപ്പാളിനും ഇടയിലുള്ള സ്ഥലത്താണെന്ന് പറയപ്പെടുന്നു. ഇന്നത്തെ പാലക്കാട് ജില്ലയിൽ സാമാന്യം നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ഈ ഇല്ലത്തെ ഒരു കാരണവർ ഗുരുവായൂരപ്പൻ്റെ നിത്യഭക്തനായിരുന്നു. എങ്കിലും ആറു പിശുക്കനായിരുന്നു എന്ന കേൾവിയും അതോടൊപ്പം നിലനിർത്തി. കയ്യിൽ കിട്ടിയ പൈസ ചെലവഴിക്കാൻ വലിയ മടി, ഓരോ പൈസയും സൂക്ഷിച്ചു വയ്ക്കുന്നതിൽ ബഹുകണിശക്കാരൻ. അതേസമയം താൻ ചെയ്യുന്ന എല്ലാ കാര്യവും ദൈവഹിതത്തിനൊത്തതാണെന്ന ഭാവേന പെരുമാറാനും തിരുമേനിക്ക് നന്നായി അറിയാം. ഗുരുവായൂരപ്പൻ്റെ ഹിതാനുവർത്തി എന്ന നിലയിൽ പിശുക്കനായി കഴിഞ്ഞുകൂടിയിരുന്ന നമ്മുടെ തിരുമേനിയും ചില പ്രായോഗിക സദ്ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ആരോഗ്യത്തിന് പറയത്തക്ക യാതൊരു വൈഷമ്യവും ഉണ്ടായിരുന്നില്ല. ഒരു രാത്രി അത്താഴം ഊണ് കഴിഞ്ഞ് കട്ടിലിൽ കിടന്നതാണ്. നേരം വെളുത്തപ്പോൾ പതിവ് പ്രകാരം കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ വയ്യ. അരയ്ക്ക് കീഴ്പോട്ട് സ്വാധീനമില്ല. കാലുകൾ രണ്ടും തീരെ തളർന്നു പോയിരിക്കുന്നു. കൈകൾക്കാണെങ്കിൽ അസഹനീയമായ മരവിപ്പ്. ഓരോ വിരലിലും കടുത്ത വേദന. നിലത്ത് കൈകൾ ഊന്നി നിവർന്നിരിക്കാനോ കാലുകളുടെ സഹായത്താൽ എഴുന്നേറ്റ് നിൽക്കാനോ കഴിയാതെ തിരുമേനി ഒരു ജീവച്ച പോലെ കിടന്നു. തെല്ലപ്പുറത്തെ പൂജാമുറിയിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വെച്ചാൽ അതിനും നിവർത്തിയില്ല. ഇരുട്ട് നിറഞ്ഞ മുറിയിൽ യാതൊരു പ്രയോജനവുമില്ലാതെ ഇങ്ങനെ ഓരോ കിടപ്പേണ്ടി വന്നു എന്ന് ഓർത്ത് തിരുമേനി കണ്ണുനീർ വാർക്കാൻ തുടങ്ങി. ഒരു നാൾ ഉള്ളുനൊന്ത് പ്രാർത്ഥിച്ചു. എൻ്റെ ഈ രോഗം മാറ്റി എഴുന്നേറ്റ് നടക്കാനുള്ള കഴിവ് നേടുകയാണെങ്കിൽ ഞാൻ ഇന്നു മുതൽ അവിടുത്തെ ഭണ്ഡാരത്തിലേക്ക് ദിവസം ഒന്നുക്ക് ഓരോ വെള്ളി ഉറുപ്പിക നീക്കി വയ്ക്കുകയാണ്. മൊത്തം വരുന്ന എല്ലാ സംഖ്യയും കൂട്ടിക്കെട്ടി മുതലും പലിശയുമടക്കം പണക്കിഴിയായി പട്ടൽ പൊതിഞ്ഞ് അവിടുത്തെ തൃപ്പടിയിൽ കൊണ്ടുവച്ച് സമർപ്പിക്കാം. ഗുരുവായൂരപ്പൻ്റെ ശ്യാമസുന്ദര രൂപം ധ്യാനിച്ചുകൊണ്ട് ഉറിയിൽ മഠം പശ്ചാത്തലപ വിവശനായി കിടപ്പിൽ കിടന്നുകൊണ്ട് പാടുവാനും പ്രാർത്ഥിക്കുവാനും കരയുവാനും തുടങ്ങി. മാനസികമായി വളരെയേറെ ശക്തി നേടിയ ഒരാളാണ് തിരുമേനി. അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവശനും വിവശനുമായി തുടങ്ങി. 2 വർഷം അങ്ങനെ കടന്നുപോയി. 3ാമത്തെ വർഷത്തിലേക്ക് കടന്നപ്പോൾ ശരീരത്തിൽ പ്രകടമായ ചില മാറ്റങ്ങൾ നടക്കുന്നു എന്ന് തിരുമേനിക്കും ബോധ്യം വരാൻ തുടങ്ങി. എഴുന്നേറ്റ് നടക്കാൻ വയ്യെങ്കിലും കഷ്ടിച്ച് എഴുന്നേറ്റിരിക്കാൻ പറ്റുമെന്ന് നിലവന്നു. തിരുമേനിയുടെ വഴിപാട് സഞ്ചിയുടെ വലിപ്പം വർദ്ധിച്ചു കൊണ്ടിരുന്നു. കഷ്ടിച്ച് ഇരുന്നിട്ടായാലും വേണ്ടില്ല, ഗുരുവായൂർ വരെ ഒന്ന് പോയി തൊഴുത് പണസഞ്ചി സോപാനപ്പടിയിൽ വെച്ച് നമസ്കരിച്ചാൽ കൊള്ളാമെന്നായി. ഒരു നാൾ രാത്രി തിരുമേനിക്ക് സ്വപ്നദർശനമുണ്ടായി. എൻ്റെ പ്രതിനിധിയായി ഒരു സാധു ബ്രാഹ്മണൻ താങ്കളെ അന്വേഷിച്ച് ഇല്ലത്ത് വരും. അയാൾക്ക് ആ പണക്കിഴി കൊടുത്താൽ മതി. ഇതെൻ്റെ കയ്യിൽ എത്തിക്കോളും. കൊടുക്കുന്നവരും കിട്ടിയവനും ഒരുപോലെ ഉപകരിക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് ആളെ ഞാൻ നേരിട്ട് അയക്കുന്നത്. സ്വപ്നത്തിൽ മനുഷ്യൻ പലതും കാണും. ഇത് പണത്തിൻ്റെ സംഗതിയാണ്. അതുകൊണ്ട് ആ സ്വപ്നദർശനത്തിൽ തിരുമേനിക്ക് സംശയം തോന്നി തുടങ്ങി. സംശയിക്കൊന്നും വേണ്ട. പെട്ടെന്ന് തൻ്റെ കിടപ്പ് മുറിയിൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ആ രൂപം അദൃശ്യമായി, മനോമുകുരത്തിൽ നിന്നും മാഞ്ഞു. തിരുമേനി അസ്വസ്ഥനായി. ഒടുവിൽ തിരുമേനി തന്നെ ഒരു തീർപ്പെടുത്തു. പണം തൻ്റെ കയ്യിൽ നിന്ന് മറ്റൊരാൾ ഗുരുവായൂരപ്പൻ്റെ പേര് പറഞ്ഞ് തട്ടിക്കാനിടവരുത്. പണം വെറുതെ ഉണ്ടാകുന്നതല്ല. അതും 1-2 രൂപയല്ല, ഏതാണ്ട് 3000 രൂപയോടടുത്തുണ്ട്. ഇത് വഴിപാടിനുള്ളതാണ്, സ്ത്രീധനമായി കൊടുക്കാനുള്ളതല്ല. തിരുമേനി തനിച്ചിരുന്ന് പുറപുറക്കാൻ തുടങ്ങി. പൂജാമുറിയിൽ കിഴിയായി കെട്ടിവച്ചിരുന്ന പണം തിരുമേനി തലയണയുടെ കീഴിലാക്കി. പൂജാമുറിയിൽ നിന്ന് സ്വന്തം തലയണ കീഴിലേക്കുള്ള ആ മാറ്റത്തിൽ തിരുമേനിക്ക് സംതൃപ്തി തോന്നി. ഇനി കള്ളൻ കൊണ്ടുപോകാൻ നിവർത്തിയില്ല. ശരീരമൊക്കെ പുഷ്ടിപ്പെട്ടുവെങ്കിലും കാലിൻ്റെ നടക്കാനുള്ള സ്വാധീനം പഴയപടി വീണ്ടെടുക്കാൻ കഴിയാത്തത് തിരുമേനി വിഷാദത്തോടെയാണെങ്കിലും 4 പേരുടെ സഹായത്താൽ ഒരു ഉറി കെട്ടി അതിൽ കയറിയിരുന്ന് തൻ്റെ ഗുരുവായൂർക്കുള്ള യാത്ര പുറപ്പെട്ടു. ലക്ഷ്യം ഭഗവത് ദർശനവും പണക്കിഴി സമർപ്പണവും. ബലമുള്ള ഒരു മുളം തണ്ടിൻ്റെ നടുവെ ഒരാൾക്ക് ഇരിക്കത്തക്ക ഉയർന്ന വിസ്താരമുള്ള ഒരു പ്രത്യേക കയർ കെട്ടിയുണ്ടാക്കി ആ ഉറിയുടെ നടുവെ ഇരുഭാഗത്തേക്കും തൂങ്ങി നിൽക്കുന്ന കയറിൽ പിടിച്ച് 4 ആൾ താങ്ങിക്കൊണ്ടുപോകുന്ന ആ യാത്ര കണ്ട് നാട്ടുകാർക്ക് സങ്കടം തോന്നി. ക്ഷീണം തോന്നിയ തണ്ടേറ്റികൾ പല ദിക്കിലും ഇറക്കി വെച്ച് വിശ്രമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് യാത്ര. അപ്പോഴൊക്കെ ഉറിയിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ നോക്കി തിരുമേനി മനോരാജ്യത്തിൽ മുഴുകി. ഉറിയിൽ കയറി യാത്ര ചെയ്തുകൊണ്ടായിരിക്കണം ഉറിയിൽ മഠം എന്ന പേര് വീണത്.
ഭണ്ഡാരത്തിൽ ചെന്നു ചേരേണ്ട ദ്രവ്യം ഏതോ ഒരുവന് ദാനമായി നൽകണമെന്നുള്ള ഭഗവാന്റെ മായുള്ള വാഗ്ദത്തം തെറ്റിച്ചുള്ള മനോവിഷമം തിരുമേനിയെ കുഴക്കുന്നുണ്ടായിരുന്നു. താൻ സ്വപ്നത്തിൽ ദർശിച്ച ആ ദിവ്യ മനോഹര രൂപം ഗുരുവായൂരപ്പൻ്റെ തന്നെയാണ്. ഒട്ടും സംശയമില്ല. ഇല്ലെങ്കിൽ അതിനുശേഷം ഇത്രയും വേഗം തനിക്ക് എങ്ങനെ ഈ യാത്ര തരപ്പെട്ടു? കൈകാലുകൾക്ക് സ്വാധീനമില്ലാതെ മലവും മൂത്രവും കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് വിസർജിച്ചിരുന്ന താൻ ആ ദുരിതത്തിൽ നിന്ന് രക്ഷിച്ചത് ഭഗവാനല്ലേ? പിന്നെ എന്തുകൊണ്ട് താൻ അവിശ്വസിക്കുന്നു? കുളിക്കാനായി ബ്രാഹ്മണർക്ക് പ്രത്യേക കുളിക്കാനുള്ള കടവിലെത്തി. ഇഴഞ്ഞു മുങ്ങാൻ വയ്യ. തോർത്ത് നനച്ച് തുവർത്താനേ നിവർത്തിയുള്ളൂ. ഭഗവാൻ അറിയാം തനിക്ക് പരസഹായമില്ലാതെ പഴയപടി ഒറ്റയ്ക്ക് കുളിച്ചു കയറാൻ പറ്റുകയില്ല എന്ന്. പണക്കിഴി വടിയിൽ നിന്ന് അഴിച്ച് കുളക്കടവിൽ വെച്ചു. പെട്ടെന്നാണ് ഭഗവതിക്കെട്ടിൽ നിന്നും വൃദ്ധബ്രാഹ്മണൻ്റെ രൂപത്തിലുള്ള ഒരാൾ പതുങ്ങി വന്ന് പണക്കിഴിയെടുത്ത് ഒറ്റ ഓട്ടം. അയ്യോ ഭഗവാനെ, പറ്റിച്ചുവല്ലോ എന്നുറക്കെ പറഞ്ഞുകൊണ്ട് അതുവരെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതിരുന്ന ഉറിയിൽ മഠം തിരുമേനി കള്ളൻ്റെ പിന്നാലെ പാഞ്ഞു. ശരം വിട്ടതുപോലെ. വൃദ്ധനായിരുന്നെങ്കിലും കള്ളൻ കരുത്തനായിരുന്നു. കള്ളൻ തിരുമേനിയെ അമ്പലത്തിന് മതിക്കകത്ത് ഒരു ചുറ്റലോടിച്ചുകൊണ്ട് നേരെ വടക്കേ വാതിൽപ്പുറത്തൂടെ ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിക്കുകയാണുണ്ടായത്. പിന്നാലെ ഓടി നോക്കിയെങ്കിലും ചുറ്റമ്പലത്തിൽ കടന്നതിന് ശേഷം കള്ളൻ എങ്ങോട്ടാ ഓടിയെന്ന് അറിഞ്ഞില്ല. തിരുമേനി വിവശനായി. എങ്കിലും ശ്രീലകത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവത് സ്വരൂപം പെട്ടെന്ന് കണ്ണിന് ദൃശ്യമായപ്പോൾ തിരുമേനി ഹർഷപുളകിതനായി. സർവ്വ അപരാധങ്ങളും ക്ഷമിക്കണ ഗുരുവായൂരപ്പ, അടിയനെ ഇനിയും പരീക്ഷിക്കരുത്. ഞാനൊരു പാവമാണ്. അങ്ങയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കാനുള്ള പണക്കിഴി കൈമോശം വന്നുപോയി. അത് ഏതോ ഒരു കള്ളൻ കുളക്കടവിൽ നിന്ന് കട്ടുകൊണ്ടുപോയി. കുളക്കടവിൽ ഇറങ്ങിയതാണ്. മടിയിൽ നിന്ന് എടുത്തു വച്ചതേയുള്ളൂ. ഇതിനും വലിയൊരു ഗ്രഹപ്പിഴ വരാനില്ല. മതിൽക്കെട്ടിനകത്ത് ഒരു ഓട്ടപ്രദക്ഷിണം വച്ചു. മണ്ഡപത്തിന് ചുറ്റും 3 തവണ ഇട്ട് ഓടിച്ചു. ഈ ഗർഭഗൃഹത്തിന് പുറത്തു വെച്ച് എന്നെ കൊണ്ട് ആ കള്ളൻ ഉപ്പും പക്ഷിയും കളിപ്പിച്ചു. പിടിക്കാനൊത്തില്ല. ഓടിപ്പോയി. ഇരുട്ടിലവൻ മറഞ്ഞു. ഇനി എനിക്ക് ആ പണക്കിഴി തിരിച്ചു കിട്ടുമോ? എൻ്റെ മാനം അവിടുന്ന് കാക്കുമോ? തിരുമേനിയുടെ ചോദ്യങ്ങളും സംശയങ്ങളും പരിവേദനങ്ങളും കേട്ട് ഭഗവാൻ ശ്രീലകത്ത് നിന്ന് പൊട്ടിച്ചിരിച്ചു. പിന്നെ അലയൊരുങ്ങി അടങ്ങിയപ്പോൾ നേരിട്ട് തിരുമേനിയുമായി ഗുരുവായൂരപ്പൻ സംവദിച്ചു. പരിഹാസരൂപേണയുള്ള അരുൾമൊഴി. കാലുകൊണ്ട് നടക്കാൻ കഴിയില്ലാതെ ഉറിയിൽ കയറി യാത്ര ചെയ്ത താങ്കൾക്ക് ഇവിടെ കുളപ്പുരയിൽ വന്നെത്തിയതോടെ ഓടാൻ കഴിഞ്ഞു എന്നറിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. എഴുന്നേറ്റിരിക്കാറായാൽ ഞാൻ പറഞ്ഞയക്കുന്ന പ്രതിനിധിക്ക് കന്യാദാനം നിർവഹിക്കുന്നതിന് ധനസഹായം നൽകാമെന്ന് വാഗ്ദത്തം പറഞ്ഞത് മറന്നുപോയോ? ഇപ്പോഴും പണത്തിനോടുള്ള ഒടുങ്ങാത്ത അഭിനിവേശം തീർന്നിട്ടില്ല അല്ലേ? ഉറിയിൽ മഠം, താങ്കൾ എന്നോട് ആവശ്യപ്പെട്ടത് എഴുന്നേറ്റ് 2 കാലിൽ നിവർന്നു നിൽക്കാനുള്ള കഴിവാണ്. ഞാനത് അങ്ങേക്ക് തന്നു കഴിഞ്ഞു. ഇപ്പോഴും ബോധ്യപ്പെട്ടില്ലേ? ഞാൻ എൻ്റെ കടമ നിർവഹിച്ചു. പക്ഷേ താങ്കൾ ഇപ്പോഴും കിടന്ന് പണക്കിഴിയുടെ പേരിൽ സംഭ്രമിക്കുന്നു. ഇത് ശരിയാണോ? പെൺകൊട നടത്താൻ നിവൃത്തിയില്ലാത്ത ഒരു ദരിദ്രനായ നമ്പൂരി അങ്ങയെ എപ്പോഴെങ്കിലും വയ്യാണ്ട് കിടക്കുന്ന കാലത്ത് കാണാൻ വന്നത് ഓർമ്മയുണ്ടോ? ശ്രീലകത്തു നിന്നുള്ള ചോദ്യാവലിയുടെ മുന്നിൽ തിരുമേനി മിഴിച്ചു നിന്നു. പെട്ടെന്നെല്ലാം ഓർമ്മയിൽ വരാൻ തുടങ്ങി. ഒരു മഴക്കാല രാത്രി തൻ്റെ മൂത്ത മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ മാർഗമില്ലാതെ ഒരു നമ്പൂതിരി കാണാൻ വന്നത്. ദരിദ്രനും കണ്ടാൽ പ്രാകൃതനുമായ ആ സാധുവിനെ വെറും കൈയോടെ മടക്കി അയച്ചത്. ഭഗവാന്റെ മറുമായത്തെക്കുറിച്ച് ഓർത്തപ്പോൾ വീണ്ടും തിരുമേനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്കൊരു തെറ്റുപറ്റി. സർവ്വതും മനസ്സിലാക്കാൻ കഴിവുള്ള അവിടുന്ന് എന്നോട് ദയവായി ക്ഷമിക്കണം. തിരുമേനി ഗദ്ഗതത്താൽ കൂടുതൽ വാക്കുകൾ ഉച്ചരിക്കാൻ സാധിച്ചില്ല. സാരമില്ല, തെറ്റുപറ്റാത്തവരായി ആരുമില്ല. ചണ്ടനോട് ശാന്ത്യം എന്ന നിലയിൽ ഞാൻ അങ്ങയോട് പെരുമാറി. ആ പണം എന്നെ കഴിഞ്ഞ 5 വർഷമായി ഇവിടെ ഇരുന്ന് 3 നേരവും ഭജിക്കുന്ന ഒരു ദരിദ്രൻ്റെ കയ്യിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാനാണ് ആ നമ്പൂതിരിയെ അതിനെ പ്രേരിപ്പിച്ചത്. സന്ധ്യാസമയത്ത് അങ്ങയെ കളിപ്പിച്ച് ആ പണക്കിഴി തട്ടിയെടുത്ത് ആ പണക്കിഴി പോയ വേവലാതിയെ അങ്ങയുടെ വാതരോഗം നിശേഷം മാറണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ പണക്കിഴിയുമായി മതിലകത്ത് ഓടി പ്രദക്ഷിണം വെപ്പിച്ചതും അങ്ങയെ കിതപ്പിച്ചതും ഞാനാണെന്ന് കരുതിക്കോളൂ. ആ പണക്കിഴി എൻ്റെ സോപാനപ്പടിയിൽ വെച്ച് തൊഴാമെന്നായിരുന്നല്ലോ അങ്ങയുടെ പ്രാർത്ഥന. ഞാൻ അങ്ങയിൽ പ്രസാദിച്ചിരിക്കുന്നു. അതേസമയത്ത് 5 കൊല്ലമായി ഇവിടെ ഇരുന്ന് ഭജിച്ച് ഉള്ളുവേവുന്ന ആ പരമസാധുവൻ രക്ഷപ്പെട്ടിരിക്കുന്നു.
നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ കച്ചവടത്തിൽ ഒട്ടും നഷ്ടം പറ്റിയിട്ടില്ല. വമ്പിച്ച ലാഭമുണ്ട് താനും. ഞാൻ മാത്രം രണ്ടുപേർക്കും കൂടി വേണ്ടി തെല്ല് കഷ്ടപ്പെട്ടു എന്ന് മാത്രം. ശ്രീലകത്തു നിന്നുള്ള അശരീരി പോലെയുള്ള ഈ ഭഗവത് സംഭാഷണം കേട്ടപ്പോൾ ഉറിയിൽ മഠം മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് മുഖമണ്ഡപത്തിൽ ദണ്ഡന നമസ്കാരം ചെയ്തു. അന്നു മുതൽക്ക് ഉറിയിൽ മഠം പണത്തോടുള്ള അഭിനിവേശത്തിന് എന്നേക്കുമായി വിരാമമിട്ടു. തന്നെ പിടികൂടുന്ന പിശുക്കെന്ന മഹാരോഗത്തിന് പ്രായശ്ചിത്ത പരിഹാരമെന്നോണം ഉള്ള സ്വത്തുക്കളെല്ലാം ദാനധർമ്മികൾക്കായി നീക്കിവെച്ച് സന്യാസം സ്വീകരിച്ചു.